5 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ, ഒപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം അത് എറണാകുളത്തായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. മോർച്ചറിക്ക് സമീപത്താണുള്ളത്. ഷിനോജ് കൂടിയുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ICUവിന് സമീപത്താണ് ഷിനോജ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിനോജ് നേരത്തെ തന്നെ ചില കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് ഷിനോജിന് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ സമീപത്തൊക്കെ ബന്ധുക്കളോ അങ്ങനെ എത്തിയിട്ടുള്ള ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്നുള്ള ആളുകളോ നമുക്ക് പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാനാവുന്ന ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടോ? ഷിനോജിന് പുതുതായി നൽകാനാവുന്ന വിവരങ്ങൾ എന്താണ്? അക്ഷയ, ഈ അപകടത്തിൽ 6 പേരാണ് നിലവിൽ പരിക്കേറ്റ് ഈ ആശുപത്രിയിലുള്ളത്. അതിൽ കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷൈൻ്റെ പരിക്ക് ഗുരുതരമായ പരിക്കല്ല, വളരെ സാരമായിട്ടുള്ള പരിക്ക് മാത്രമാണ് നിലവിൽ ഷൈനുള്ളത്. ബാക്കി 5 പേര്, അതായത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഗൗരി ശങ്കർ, ചവറ സ്വദേശിയായിട്ടുള്ള മുഹസിൻ മുഹമ്മദ്, ചേർത്തല സ്വദേശിയായിട്ടുള്ള കൃഷ്ണദേവ്, കൊല്ലം സ്വദേശിയായിട്ടുള്ള ആനന്ദ് മനു, അതുപോലെ ഇടത്ത സ്വദേശിയായിട്ടുള്ള ആൽവിൻ ജോർജ്. ഈ 5 പേരാണ് നിലവിൽ ICUയിലുള്ളത്. ഇതിൽ ആൽവിൻ ജോർജ് ട്രോമ ICUയിലാണ്. ബാക്കി 4 പേരും സർജറി ICUയിലൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് ഈ ആനന്ദ് മനുവിൻ്റെ അമ്മയുടെ സഹോദരനാണ്. ചേട്ടാ, കണ്ടായിരുന്നോ തീയറി? എന്താ കണ്ടായിരുന്നു. ഈ ഡോക്ടർമാരൊക്കെ എന്താ പറയുന്നത്? പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നത്. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പഠിക്കുന്നതിലൊക്കെ വളരെ മിടുക്കനായിരുന്നു. തീർച്ചയായും അവന് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തീർച്ചയായും നല്ല പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ചെറിയ പ്രായം മുതൽ നല്ല മിടുക്കനായിരുന്നു. എൻട്രൻസ് ഒക്കെ കോച്ചിങ് ഒക്കെ ഇവിടെ ബ്രില്യൻ്റ് ഇവിടെ പഠിക്കാം, ആലപ്പുഴ പഠിക്കണം അങ്ങനെ ആയിരുന്നോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിനോടായിരുന്നു അവന് പൊതുവെ താല്പര്യം. ഇവിടെ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ അവന് ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. അവന് ഓപ്ഷൻ കൊടുത്തില്ല. ഇവിടെ തന്നെ മതി എന്നുള്ള തീരുമാനമായിരുന്നു. സഹോദരൻ ഉണ്ടല്ലോ? സഹോദരൻ മെഡിസിൻ പഠിക്കുകയാണ്. അമ്മയൊക്കെ സംസാരിച്ചായിരുന്നു അവരോട്? അവർ ഇപ്പം സംസാരിക്കുന്ന മാനസികാവസ്ഥയല്ല. കുഴപ്പമില്ല. ഡോക്ടർമാർ പ്രോഗ്രസീവ് ആണെന്നാണ് പറഞ്ഞത്. വീട് എവിടെ കറക്റ്റ്? ശാസ്താംകോട്ട ഭരണിക്കാവാണ്. എന്തായാലും ഈ സമയത്ത് നമുക്ക് നൽകാവുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, വിവരമെന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ്. കാരണം അവരുടെ ആരോഗ്യനിലയിൽ വളരെ മികച്ച പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബമൊക്കെ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, ആനന്ദ് മനുവിൻ്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ പറയുന്നത് അകത്ത് കയറി മകനെ കണ്ടതാണ്. ഡോക്ടർമാരൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചികിത്സ പുരോഗമിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട ആരോഗ്യനിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നൊരു വിവരമാണ് നിലവിൽ ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. അത് രീതിയിലുള്ള ഒരു പോസിറ്റീവ് തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും നിലവിൽ 5 പേരാണ് ഇപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷയ.